ഗായ്സ്, നമ്മൾ ഗുജറാത്ത് പോണ വഴിയിൽ ഒരു പുഴ കണ്ടപ്പോൾ നിർത്തിയതാണ്. അങ്ങനെ അതിൻ്റെ ഒരു വിഷ്വൽ കണ്ടു നോക്കി നിങ്ങൾ. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. കിടില സ്പോട്ട് പറഞ്ഞാൽ കിടില സ്പോട്ട്, ഒന്നും പറയാനില്ല. മക്കളെ, ഇന്ന് നൈറ്റുകൾക്കുള്ള ഫുഡ് നമ്മൾ ഇവിടുന്ന് തന്നെ വെച്ച് അങ്ങോട്ട് പോവാട്ടോ. നേരത്തെ നമ്മൾ കുളിക്കാറിറങ്ങി നല്ല വെള്ളം എന്നൊക്കെ പറഞ്ഞില്ല, നമ്മൾ ആ ഒരു സ്പോട്ടിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ നൈറ്റിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. ഫുഡ് എന്താ അറിയോ? ഇന്ന് മട്ടനാണ്. മട്ടൻ കറിയും നെയ്ച്ചോറും വെക്കാം നമുക്ക്. സംഗതികളൊക്കെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. മുനീറ ആക്കണ് അവിടെ കുക്കർ പിടിച്ച് നിൽക്കുന്നുണ്ട്. മുനീറ, കുക്കർ മാത്രം പോരാ, സ്റ്റൗ കൂടി എടുത്ത് പോര്. ഞങ്ങൾക്ക് ഉള്ളോണ്ടേ ഇന്ത്യന്റെ കാര്യത്തിൽ ബേജാറില്ല. നമ്മളൊരു ഫ്രണ്ടാണ്. അതെ അതെ, പരിചയപ്പെട്ടു അല്ലേ? കാരണം നമ്മൾ എവിടെ പോയാലും നമുക്ക് ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരൊക്കെ നമ്മൾ അങ്ങോട്ട് പോയാണ്ട് പരിചയപ്പെടണം. നല്ല കാര്യമാണത്. അതെ, അതുകൊണ്ട് ഇപ്പൊ എന്താ അവന്റെ ഒരു സപ്പോർട്ടും കൂടി നമുക്ക് ഉണ്ടാവും. ലോകേഷ്, നെയ്ച്ചോറും മട്ടനും നമ്മള് സാധനങ്ങള് വീണ്ടും ഇറക്കാൻ പോവാട്ടോ. ഇറക്കി ഇതെന്താ? ഇതാണ് കുക്കർ. മട്ടൻ വെക്കാനുള്ള, മട്ടൻ കറി വെക്കാനുള്ള കുക്കർ. അതെ അതെ, മട്ടൻ കറി വെക്കാനുള്ള കുക്കർ. എന്താണ് അരി കിട്ടിയോ? എത്ര അരി എടുക്കണം? ഒരു 3 നാഴി എടുത്തോ. 3 നാഴി. ആ, 3 നാഴി എടുത്തോ. തിന്നോ? ഓ, കഴിഞ്ഞില്ലേ ഞാൻ 3 പറഞ്ഞിട്ട് മുഴുവൻ തിന്നിട്ടില്ല കേട്ടോ. അത് ലേശം ഉണ്ടായിരുന്നോടാ. ഇന്നെന്താ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. പനിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്താ അവസ്ഥ. ഓക്കെ അല്ലേ? സാധനം സെറ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രസമാണ് കഴിക്കുമ്പോ. അപ്പൊ നമ്മളെ നെയ്ച്ചോറായിട്ടുണ്ട്, ഇതാ വിളമ്പിട്ടുണ്ട്. അടുത്ത ഇതാ ആട് വിളമ്പിക്കൊണ്ടിരിക്കണം. ആടായിട്ടുണ്ട്. കൂടുതലൊക്കെ കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക്. ഒന്നുമില്ല, ചെറുതായിട്ട് ചെറിയൊരു പനി. പനി എന്ന് പറഞ്ഞാൽ പോലെ പിടുത്തം മുട്ട പനി. സംഗതി കച്ചിന്ന് പോയിക്കണേ. ഇവനാണെങ്കിൽ നരമ്പ് തെരഞ്ഞ് ആകെ കുത്തീമല കുത്തുക. എത്ര കുത്തയച്ചാൽ കൈ കുത്തി അറിയാം. പിന്നെ വേറൊരു പെണ്ണ് വന്നുകൊണ്ട് ഒറ്റ കുത്തൽമേ സംഗതി റെഡിയാക്കിയ ഓള് പോയി. ഓക്ക് വിവരമുണ്ട്, അതുകൊണ്ടാണ് സംഗതി. ഇപ്പൊ അടുത്തതാ ഒരു കുത്ത്. ഇതിന്മേ ഞാൻ കുറച്ച് ഇടങ്ങേറായിട്ടോ മക്കളെ. കുണ്ടിക്ക ഇഞ്ചക്ഷന് അതടിച്ചുണ്ട്. പടച്ചോനറിയാം. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കാനൊരു ഇതിട്ടില്ലേ? ഇനി ആർക്കൊന്നും ഇല്ലാതിരിക്കട്ടെ. ഇതിമ തീരട്ടെ, എല്ലാവർക്കും ഉള്ള പ്രശ്നം തീരട്ടെ. ട്രിപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിരിക്കുന്നു. അല്ല അപ്പൊ എന്താ അവിടെ കൊതുക് അടിച്ചാണ്. ഓളുടെ വണ്ടിയിലുണ്ട്. ഇതാണ് ഇവിടുത്തെ ഹോസ്പിറ്റലും കാര്യങ്ങളും കേട്ടോ.